നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഏകദേശം 600-700 കോടി ബഡ്ജറ്റ് ആദിപുരുഷ സിനിമ വന്നു. പ്രൊഡ്യൂസറിന്റെ വീടിന്റെ ആധാരം വരെയും പോയെങ്കിലും ഇത് രാമായണ ബേസ് ചെയ്തുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു സിനിമയായിരുന്നു. മികച്ചതായി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവൽ ഹിറ്റാകുമായിരുന്നു. ഈ ഒരു സിനിമ കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഡയറക്ടറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ രാമായണ ബേസ് ചെയ്ത് 2 സിനിമകൾ വരുന്നുണ്ട്. രണ്ടും ഇന്ത്യയിലെ ടോപ്പ് ഡയറക്ടേഴ്സ്. ഒരു സിനിമയ്ക്ക് 1000 കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉണ്ട്, മറ്റേത് 2 പാർട്ടും ചേർത്ത് 4000 കോടിയാണ് ബഡ്ജറ്റ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുപ്പിച്ച് രാമായണ ബേസ് ചെയ്ത് 3 ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നു. പക്ഷേ മഹാഭാരതം മെയിനായി ബേസ് ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പോലും വന്നിട്ടില്ല. ആകെ വന്നത് കൽക്കി സിനിമയാണ്. പക്ഷേ കൽക്കി സിനിമ നമുക്കറിയാം, അതിന്റെ മെയിൻ സ്റ്റോറി മഹാഭാരതമല്ല. മഹാഭാരതവുമായി കണക്റ്റഡ് ആണെങ്കിലും ഇതിന്റെ മെയിൻ തീം ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി ലൈനാണ്. എങ്കിലും കുറച്ച് സീനുകൾ മഹാഭാരതത്തിലെ ചില പോർഷൻസ് ഉണ്ട്. അത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇതുണ്ടാക്കിയ ഇമ്പാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സിനിമ പീക്ക് ലെവലിലേക്ക് പോകുന്നത് ഒന്ന് മഹാഭാരതം സീനുകൾ കാണിക്കുമ്പോൾ, മറ്റൊന്ന് അശ്വത്ഥാമ ക്യാരക്ടർ. നമുക്കറിയാം, ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കൊണ്ടുപോയത് അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആയിരുന്നു. അശ്വത്ഥാമ ക്യാരക്ടറും അമിതാഭ് ബച്ചന്റെ സ്ക്രീൻ പ്രസൻസും ചേർന്നപ്പോൾ അത് വളരെ മാസം. നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അമിതാഭ് ബച്ചൻ അശ്വത്ഥാമ ക്യാരക്ടർ മാത്രമല്ല, അമിതാഭ് ബച്ചന്റെ പവർഫുൾ ആയ വോയിസ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം വെച്ച് അമിതാഭ് ബച്ചന് ഏറ്റവും പെർഫെക്റ്റ് ആയ മറ്റൊരു ക്യാരക്ടർ ഉണ്ട്. അതാണ് നമ്മുടെ ഭീഷ്മ ക്യാരക്ടർ. നമുക്കറിയാം, മഹാഭാരതത്തിന് പല സീരിയൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ സീരിയൽ ആണെങ്കിലും വേറെ ലെവൽ ഹിറ്റ് ആയിരുന്നു. എപ്പോൾ ടെലികാസ്റ്റ് ചെയ്താലും ഹൈ TRP ആണ്. ഇതുപോലെ അടുത്ത കാലത്ത് ആനിമേറ്റഡ് സീരീസ് വന്നിരുന്നു. ഇതും വേറെ ലെവൽ ഹിറ്റാണ്. മഹാഭാരതം വേൾഡ് നമ്പർ 1 എപ്പിക്കാണ്. നമ്മൾ ഇത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്ത് ഒരു മികച്ച ഡയറക്ടർ ഹൈ ക്വാളിറ്റിയിൽ ഒരു സിനിമയോ സീരീസോ ആക്കി വേൾഡ് വൈഡായി മാർക്കറ്റ് ചെയ്ത് പുറത്തിറക്കിയ എന്തായാലും അതൊരു ഹിസ്റ്ററി തന്നെയായിരിക്കും. പിന്നെ എന്തുകൊണ്ട് ആരും ഇത് സിനിമയാക്കുന്നില്ല എന്ന് നോക്കിയാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ മെയിൻ കാര്യം എന്താണെന്നാൽ, രാമായണ സിനിമ പോലെ ഒരു വലിയ പ്രൊഡ്യൂസർ 2000 കോടി ബഡ്ജറ്റ് ഇറക്കിയെന്ന് കരുതുക. മഹാഭാരതം എല്ലാം കൂടി ഒരു ഒറ്റ സിനിമയാക്കി. ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ സ്റ്റോറി കൺഫ്യൂസ് ആയെന്ന് വരാം. പക്ഷെ എങ്ങനെയോ മികച്ചതായി ഡയറക്ട് ചെയ്തു സിനിമ ഇന്ത്യയിൽ ഹിറ്റായി എന്ന് തന്നെ കരുതുക. ഇന്ത്യയിൽ ഒരു പടം വലിയ ഹിറ്റായാൽ നിലവിലെ കണക്ക് വെച്ച് മാക്സിമം ഒരു 2000 കോടി അല്ലെങ്കിൽ 2000 കോടിക്ക് മേലെ നേടിയെന്ന് വരാം. ഇത് തന്നെ റയറായ ഒരു സംഭവമാണ്. സിനിമ അത്രയും മികച്ചതായിരിക്കണം. ചിലപ്പോൾ 1000 കോടി നേടിയെന്ന് വരാം, 1500 കോടി നേടിയെന്ന് വരാം. എല്ലാം ആ ഒരു സിനിമയും ഓഡിയൻസിന്റെ കണക്ഷനും ഡിപ്പെൻഡ് ചെയ്താണ്. ബഡ്ജറ്റ് തന്നെ 2000 കോടിയാണെങ്കിൽ അവിടെ അത് ഹൈ റിസ്ക് ആണ്. വേൾഡ് വൈഡ് മാർക്കറ്റ് എന്തായാലും പിടിക്കണം. അങ്ങനെ പിടിക്കണമെങ്കിൽ ഫോറിൻ ഓഡിയൻസിനും കണക്ട് ആവണം. നമ്മളെല്ലാം കൂടി ഒരു സിനിമയാക്കിയ നമുക്ക് തന്നെ ഒരു അപാകത തോന്നും. അവരുടെ കാര്യം പിന്നെ ചിന്തിക്കേ വേണ്ട, അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഒരു സിനിമയിൽ തീരുന്ന കാര്യമല്ല. മിനിമം ഒരു 10-15 സിനിമ, അതായത് വലിയൊരു ഫിലിം ഫ്രാഞ്ചൈസിയായി ഇറക്കാനേ പറ്റൂ. ഈ ഹാരി പോട്ടർ സിനിമകൾ 8 സിനിമകൾ ഇറക്കിയത് ഇന്നത്തെ 12000 കോടിക്ക് മേലെ ചെലവിലാണ്. ടോട്ടൽ കളക്ഷൻ 70000 കോടിക്ക് മേലെ. അപ്പോൾ മഹാഭാരതം ഏറ്റവും കുറഞ്ഞത് ഒരു 15 സിനിമയുണ്ടാവും. ബഡ്ജറ്റിനെ പറ്റി ചിന്തിക്കേ വേണ്ട, ഒരു മാസീവ് ബഡ്ജറ്റ് ആയിരിക്കും. മികച്ച ഡയറക്ടർ അല്ല എങ്കിൽ പടമെങ്ങാനും ആദിപുരുഷ് പോലെ ആയാൽ ആദിപുരുഷ് പിന്നെ ഒരു സിനിമയേ ഉള്ളൂ, പ്രൊഡ്യൂസറിന്റെ വീടിന്റെ ആധാരമേ പോയുള്ളൂ. ഇവിടെ പ്രൊഡ്യൂസർ പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നേക്കാം. പിച്ചക്കാരിൽ തന്നെ സീക്രട്ടായി റിച്ചായ റാങ്ക് കൂടിയ പിച്ചക്കാരൊക്കെ ഉണ്ട്. അവർക്ക് തന്നെ ഒരു അപമാനമായിരിക്കും. അവർ പാത്രം വെച്ച് മോന്തക്കടിച്ച് വിട്ടേക്കാം. അതായത് അത്രയും ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും എന്നാണ് നമ്മൾ പൊളിറ്റിക്കലി ഉദ്ദേശിച്ചത്. ഈ ഒരു സെയിം റിസ്ക് ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ രാമായണ സിനിമയിലുമുണ്ട്. രാമായണ സിനിമയുടെ ബഡ്ജറ്റ് ഒരു സിനിമയ്ക്ക് 2000 കോടിയാണ്. സിനിമ ഒരു 3000 കോടി നേടിയെന്ന് കരുതുക. 3000 കോടി എന്തായാലും ഇന്ത്യയിൽ നിന്ന് മാത്രം നേടാൻ പറ്റില്ല. അഥവാ 3000 കോടി നേടിയാൽ അതിൽ 1500 കോടി പ്രൊഡ്യൂസറിന് കിട്ടും. ബാക്കി 1500 കോടി തിയേറ്റർ ഓണേഴ്സിനാണ്. പിന്നീട് മ്യൂസിക്, സാറ്റലൈറ്റ്, OTT അങ്ങനെയുള്ള പ്രോഫിറ്റ് കൂടി പ്രൊഡ്യൂസറിന് കിട്ടും. രാമായണ സിനിമയ്ക്ക് അങ്ങനെ എക്സ്ട്രാ ഒരു 1000 കോടി കിട്ടിയെന്ന് കരുതുക. അപ്പോൾ പ്രൊഡ്യൂസറിന് ടോട്ടൽ 2500 കോടി കിട്ടും. അതായത് 500 കോടി രൂപ ലാഭം. പ്രൊഡ്യൂസറായ നമിത് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് 2 സിനിമയും ചേർത്ത് 4000 കോടി. ഒരു സിനിമയ്ക്ക് 2000 കോടി ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് മിനിമം 1000 കോടിയെങ്കിലും തന്നാൽ മാത്രമേ അത് OTTക്ക് കൊടുക്കുകയുള്ളൂ എന്ന് OTT കമ്പനികൾ പറഞ്ഞത് 700 കോടിയാണ്. അത് നമിത് മൽഹോത്ര റിജക്ട് ചെയ്തു. ഇനി ഈ ഒരു സിനിമ 3000 കോടി നേടിയാൽ OTT കമ്പനികൾ 1000 കോടി കൊടുത്തു തന്നെ വാങ്ങിയെന്ന് വരാം. ഈ ഒരു സിനിമ ഒരു 4000-5000 കോടി കളക്ഷൻ നേടിയാൽ മാത്രമേ ഒരു പ്രോപ്പറായ വിജയം നേടുകയുള്ളൂ. ഇന്ത്യ മാത്രം പോരാ, ഫോറിൻ ഓഡിയൻസിനെ എന്തായാലും പിടിക്കണം. പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനും ഹൈ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമിത് മൽഹോത്ര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ VFX കമ്പനിയായ DNEG സ്റ്റുഡിയോന്റെ ഓണറാണ്. ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക ഹോളിവുഡ് സിനിമകൾക്കും DNEG കമ്പനി നേരിട്ടോ കൊളാബറേറ്റ് ചെയ്തോ VFX വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾക്ക് ഹോളിവുഡിൽ നല്ലൊരു പിടിയുണ്ട്. ഇതുപോലെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ഹോളിവുഡിൽ നിന്ന്, മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ ഹോളിവുഡ് ലിജൻഡായ ഹാൻസ് സിമ്മർ, VFX ആണെങ്കിൽ DNEG, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ WB കമ്പനി. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ഹോളിവുഡാണ്. ഇനി സ്റ്റോറി 2 സിനിമ കൊണ്ട് ഫോറിൻ ഓഡിയൻസിന് കണക്ട് ആവുമോ എന്ന് ചോദിച്ചാൽ മികച്ചതായി ഡയറക്ട് ചെയ്താൽ
അത് ഉറപ്പായും കണക്ട് ആവും. കാരണം മഹാഭാരതം പോലെ വലിയൊരു കോംപ്ലിക്കേഷൻസ് രാമായണ സിനിമയിൽ വരുന്നില്ല. മഹാഭാരതത്തിൽ 100 കണക്കിന് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാൽ രാമായണത്തിലേക്ക് വരുമ്പോൾ മെയിൻ ഹീറോ രാമൻ, മെയിൻ വില്ലൻ രാവണൻ, അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുക. ഫസ്റ്റ് ഹാഫ് ഇവരുടെ ക്യാരക്ടർ ബിൽഡിംഗ്, സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന സീൻ, സെക്കൻഡ് ഹാഫ് മെയിനായ വാർ സീൻ, ഇത്രയേ വരുന്നുള്ളൂ. ഇതിനു മുമ്പും രാമായണം ഫോറിൻ ഓഡിയൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യുഗോ സാക്കോ എന്ന ഒരു അനിമെ ക്രിയേറ്റർ ഇത് ജപ്പാനിൽ അനിമയാക്കി പുറത്തിറക്കി. ഇത് ഏഷ്യൻ കൺട്രീസിൽ വിജയം നേടി. പിന്നീട് ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തു. ബ്രയാൻ ക്രാൻസ്റ്റൺ ആയിരുന്നു രാമന് ഇംഗ്ലീഷ് ശബ്ദം നൽകിയത്. അങ്ങനെ യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് വലിയൊരു കയ്യടി നേടി. നമ്മൾ നോക്കേണ്ടത് ഇതാകെ ഒരു പാർട്ടേ ഉള്ളൂ, എന്നിട്ട് വരെ ഫോറിൻ ഓഡിയൻസിന് കണക്ട് ആയി. രാമായണ സിനിമ 2 പാർട്ടിലാണ് വരുന്നത്. മാത്രമല്ല ഡയറക്ടറായ നിതേഷ് തിവാരി ഫോറിൻ ഓഡിയൻസിനെ ഇമോഷണലി പിടിക്കാൻ എക്സ്പേർട്ട് ആയ ഒരു ഡയറക്ടറാണ്. ദംഗൽ സിനിമ 1300 കോടി ചൈനയിൽ നിന്ന് മാത്രം നേടി. അതായത് ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷൻ ചൈനയിൽ നിന്ന് നേടി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. കളക്ഷൻ 2000 കോടിക്ക് മേൽ. അത് ചൈനയാണെങ്കിൽ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസാണ്. അപ്പോൾ നല്ലൊരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്. രാമായണത്തിൽ ഹനുമാനൊക്കെ ഉണ്ടെങ്കിലും മെയിൻ ഹീറോ രാമനാണ്, മെയിൻ വില്ലൻ രാവണനാണ്. ഹനുമാനും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും രാമന് സപ്പോർട്ടിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹനുമാന്റെ സ്റ്റോറി കാണിച്ചില്ലെങ്കിലും രാമനും രാവണനും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി അത് അപ്പോഴും ക്ലിയർ ആണ്, ഫോറിൻ ഓഡിയൻസിന് മനസ്സിലാവും. അതായത് സീതയെ തട്ടിക്കൊണ്ടുപോയി രാമൻ ആർമി ഉണ്ടാക്കുന്നു, രാവണനെ ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷെ മഹാഭാരതത്തിലാണെങ്കിൽ 100 കണക്കിന് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒന്നിലധികം ഹീറോസ് ഉണ്ട്. ഇതുപോലെ വില്ലന്മാരും ഉണ്ട്. നമുക്ക് അർജുനനെ മാത്രം ഹീറോയായി കാണിക്കാൻ കഴിയില്ല, കർണനെ മാത്രം ഹീറോയായി കാണിക്കാൻ കഴിയില്ല, ഭീഷ്മയെ മാത്രം കഴിയില്ല. അങ്ങനെ ഒന്നിലധികം ഹീറോസ് ഉണ്ട്. ഇതിൽ ആരുടെ സ്റ്റോറി നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. കൃഷ്ണന്റെ ക്യാരക്ടറാണ് മഹാഭാരതം ഫുള്ളി ബാലൻസ് ചെയ്യുന്നത്. ഇതുപോലെ കർണൻ ക്യാരക്ടറിന് നല്ലൊരു ഇമോഷണൽ ഡെപ്ത് വേണം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുന്നത് ഭീഷ്മ ക്യാരക്ടറിലാണ്. അങ്ങനെ ദുര്യോധനൻ, പാഞ്ചാലി, പാണ്ഡവാസ്, കൗരവാസ്, അങ്ങനെ വലിയൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണം. കൃഷ്ണന്റെ സ്റ്റോറി തന്നെ ഏകദേശം 2 സിനിമ വരും. കൃഷ്ണൻ വളരുന്നത് വരെ ഒരു സിനിമ, കൃഷ്ണനും കംസനുമായിട്ടുള്ള ഫൈറ്റ്. ഇനി ഇത് സീരീസ് ആണെങ്കിൽ ഒരുപാട് എപ്പിസോഡ് വേണ്ടി വരും. ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും ചെയ്യുമ്പോൾ മാർവൽ ഫിലിം ഫ്രാഞ്ചൈസ് പോലെ ഒരുപാട് സിനിമകൾ ചേർന്ന് വലിയൊരു ഫിലിം ഫ്രാഞ്ചൈസ് ആവും. ഇനി സീരീസ് ആണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ ത്രിബിൾ ഉണ്ടാവും. ആ ഒരു സീരിയൽ തന്നെ 267 എപ്പിസോഡും ഉണ്ട്. രാജമൗലിയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് മഹാഭാരതം. രാജമൗലി പറയുന്നത് ഇതെടുക്കാൻ നോക്കിയാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചലഞ്ച് ആയിരിക്കും ഇതെന്നാണ്. ഇതുപോലെ ഓരോ ഓഡിയൻസിന്റെയും മൈൻഡിൽ മഹാഭാരതത്തെ പറ്റി ഓരോ വ്യൂ പോയിന്റ് ഉണ്ടാവും. അങ്ങനെ ഇമോഷണൽ ബാലൻസ് കറക്റ്റ് ആക്കണം. അതായത് കർണൻ വീക്കായാൽ ഈ ഒരു സ്റ്റോറി മൊത്തം പോവും. കൃഷ്ണൻ വീക്കായാലും പോവും, അർജുനൻ വീക്കായാലും പോവും. അങ്ങനെ ഇമോഷണൽ ബാലൻസ് കറക്റ്റ് ആക്കണം. അതുപോലെ ടെക്നോളജിയെ പറ്റി കൂടുതൽ പഠിക്കണം. തനിക്കിത് എടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്നാണ് നമ്മുടെ രാജമൗലി തന്നെ പറയുന്നത്. ഫ്യൂച്ചറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം.